ഞാൻ ഷംസുദ്ദീൻ നിലമ്പൂർ. ഞാനിതിൻ്റെ മുന്നേ ചെയ്തിരുന്ന ഇൻറ്റീരിയർ വർക്കായിരുന്നു. ഗൾഫിലും അത് തന്നെയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് 10 വർഷം, ഏകദേശം 10 വർഷമായിക്കോട്ട് ഞാൻ ഈ കരിമ്പനയിൽ മാത്രമാണ് ജോലി ചെയ്യുന്നത്. കരിമ്പനയിൽ നല്ല ക്വാളിറ്റിയുള്ള മരം പാലക്കാട്ട് നിന്നാണ് എടുക്കുന്നത്. നല്ല ക്വാളിറ്റിയിലുള്ള സാധനം കൊണ്ടുവന്ന് ഇവിടെ സ്റ്റോക്ക് ചെയ്യും. അതിനുശേഷം സ്റ്റോക്കിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ക്വാളിറ്റി നോക്കിയിട്ട് തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ ഓർഡർ മാത്രമാണ് എടുക്കുന്നത്. അപൂർവം പല സമയങ്ങളിൽ മാത്രമാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇതെല്ലാം ഉണ്ടാക്കുന്നത്. കൂടുതൽ ഓർഡർ ഏത് തരം ഓർഡർ നിങ്ങൾ തന്നു കഴിഞ്ഞാലും നിങ്ങൾ ഇഷ്ടപ്പെട്ട ഓർഡറിൽ ഏതാണെങ്കിലും, അതിപ്പോൾ ഇൻറ്റീരിയർ ആയാലും ശരി, മറ്റ് ഫർണിച്ചർ ഐറ്റംസ് ആയാലും ശരി, മറ്റെന്തായാലെങ്കിലും കരിമ്പനയിൽ നിങ്ങൾ തരുന്ന ഏത് മോഡലിലും നമ്മൾ എടുത്തു തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ വന്ന് കാണാം. ഏതൊരു സമയത്തും നിങ്ങൾ എടുക്കുന്ന വർക്ക് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ ബാക്കിൽ തന്നെയാണ് എൻ്റെ ഷെഡും ഫർണിച്ചർ ഷെഡ് നടത്തുന്നത്. അപ്പോൾ അവിടെ തന്നെ വന്നിട്ട് നിങ്ങൾക്ക് സാധനങ്ങളുടെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം അറിയാം. ഇനി ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് വലിയ പരിചയം കമ്മിയുണ്ട് എന്നുണ്ടെങ്കിൽ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏത് തരത്തിലുള്ളതാണ് ഇതിൻ്റെ ക്വാളിറ്റി എന്നുള്ളതും ഏതാണ് ഇതിൽ ഡാമേജ് വരുന്ന സാധനങ്ങളും എന്നുള്ളതും പറഞ്ഞു തരാനും ഞാൻ തയ്യാറാണ്. എന്നിട്ട് നിങ്ങൾക്ക് വിശ്വാസപ്പെട്ട രീതിയിൽ വർക്ക് എടുത്താൽ മതി. നിങ്ങൾ വന്ന് കാണുക, സംസാരിക്കുക. മറ്റ് ഡീറ്റെയിൽസുകൾ എന്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നിട്ട് സംസാരിക്കാം. ഏത് സമയത്തും നിങ്ങൾക്ക് ബന്ധപ്പെടാം. എത്ര മണി 24 ഹവറും എൻ്റെ ടെലിഫോൺ നമ്പർ ഓണായിരിക്കും. നമസ്കാരം. ഓസ്കാർ ഫ്രെയിംസിൻ്റെ മനോഹരമായ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ കരിമ്പന ഉപയോഗിച്ച് പണി തീർത്തിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു വീട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള അഴികളും ഫില്ലറുകളൊക്കെ ചേർത്തുണ്ടാക്കിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു വീടാണത്. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്രാവശ്യം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന കരിമ്പനയിൽ തന്നെ പണി തീർത്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഫർണിച്ചറുകളും അതുപോലെ ഇൻറ്റീരിയർ വർക്കുകളുമാണ്. കരിമ്പന ഫർണിച്ചറുകൾ അതുപോലെ കരിമ്പനയിൽ തീർത്തിട്ടുള്ള ഡിസൈൻ വർക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടുന്നതാണ്. സോ മറക്കാതെ കാണുക. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ പാലായിലുള്ള ഒരു അടിപൊളി ട്രഡീഷണൽ വീടിൻ്റെ മുന്നിലാണുള്ളത്. ഈ കാണുന്ന കരിമ്പനയിൽ തീർത്ത ഡോറടക്കം ഇതിലെ ഫർണിച്ചറുകൾ, ഇതിലെ ഇൻറ്റീരിയർ വർക്കുകളടക്കം പണി പൂർത്തീകരിച്ചിരിക്കുന്നത് നമ്മുടെ നിലമ്പൂർക്കാരനായ ഷംസുദ്ദീൻ. ഇദ്ദേഹമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ വീടും പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇദ്ദേഹമാണ് കേരളത്തിലെ ഒരുവിധം മലയാളികൾക്കെല്ലാം ഇദ്ദേഹത്തെ അറിയാം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇദ്ദേഹം ഓടി നടന്ന് കരിമ്പനയുടെ വർക്കുകൾ വളരെ മനോഹരമായി ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന കുറേ കലാവിരുതുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഡോറ് ഡബിൾ ലെയർ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 ഫ്രെയിംസുകൾ ജോയിൻ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കട്ടിങ് കനമുണ്ട്. നല്ല വിജാവരിയൊക്കെ നല്ല സെറ്റപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വൺ സൈഡ് നോക്കിയാൽ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. സൂത്രപ്പട്ടിക നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ മനോഹരമായിട്ടുള്ള ഹാൻഡിൽ പിച്ചളകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹാൻഡിൽ. അത് മാത്രമല്ല ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വർഷങ്ങളോളം പഴക്കമുള്ള കരിമ്പന ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളറ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല കറുത്ത കളറാണ് കാണാൻ പറ്റുന്നത്. മാറ്റ് പോളിഷാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു ക്ലാസിക് ലുക്കാണ്. അതുപോലെ ഇതിൻ്റെ കട്ടള അടിപൊളി ലുക്കിലാണ് ഇതിൻ്റെ കട്ടള നിർമ്മിച്ചിട്ടുള്ളത്. നല്ല കട്ടിയിലും കനത്തിലും വീതിയിലുമാണ്. നമ്മുടെ പഴയ വീടുകളുടെയൊക്കെ കട്ടള ചെയ്തിരിക്കുന്ന പോലെയാണ്. അതിൻ്റെ ഒരു കാരണമുണ്ട്. നമുക്കിത് മില്ലിൽ ചെയ്യുമ്പോൾ ഇത്രയും വീതിയിൽ കിട്ടില്ലെന്നാണ് നമ്മുടെ ഷംസ്ക പറഞ്ഞത്. അപ്പോൾ ഇതിനെ 2 കഷ്ണങ്ങൾ ജോയിൻ ചെയ്തിട്ടാണ് ഇത്രയും വീതിയിൽ ഈ കട്ടള സെറ്റ് ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ട്രഡീഷണൽ വീടിൻ്റെ ഡോറിന് വേണ്ട എല്ലാ പ്രൗഢിയും ഈ ഡോറിലുണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ ഈ ട്രഡീഷണൽ വീടിൻ്റെ ലിവിങ് റൂമിലാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒരു കരിമ്പന മയം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. ട്രഡീഷണൽ ആയിട്ട് ഒരു ക്ലാസിക്കൽ ലുക്കിൽ തന്നെ ഇവിടുത്തെ ഫർണിച്ചറുകളെല്ലാം ഷംസ്ക അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു സെറ്റി
ഈ ഒരു ടീപ്പോയി, അതുപോലെ ഈ പറ കണ്ടോ നിങ്ങൾ, ഇത് നോക്കിയാൽ കാണാം, ഇത് ഒറ്റ തടി തന്നെ, ഒറ്റ പനയെ തന്നെ കുഴിച്ച് കടഞ്ഞെടുത്തിട്ടുള്ള നല്ല അടിപൊളി ട്രഡീഷണൽ രീതിയിലുള്ള ഒരു പറയാണ്. കുഴിച്ച് കടഞ്ഞെടുത്തിട്ടുള്ള നല്ല അടിപൊളി ട്രഡീഷണൽ രീതിയിലുള്ള ഒരു പറയാണ്. അതുപോലെ തന്നെ ഈ ഒരു സെറ്റി എനിക്ക് ബാക്കിൽ കാണുന്ന ഈ ഒറ്റ കാലിൽ ചെയ്തു വെച്ചിട്ടുള്ള ഈ ഒരു സ്റ്റാൻഡ്, അതിലൊരു അടിപൊളി ആനക്കുട്ടിയൊക്കെ ഉണ്ട് ഇതിൽ. അതുപോലെ തന്നെ മറ്റൊരു സെറ്റി നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കരിമ്പനയിൽ ചെയ്ത ഫർണിച്ചർ ആയതുകൊണ്ടായിരിക്കാം ഇത്രത്തോളം ഇതിനൊരു എടുപ്പ് വരുന്നത്. കാരണം മാറ്റ് പോളിഷാണ് ഇതിന് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് കൂടുതൽ ഭംഗി, നമുക്ക് വർഷങ്ങളോളം പഴക്കമുള്ള കരിമ്പന ആയതുകൊണ്ട് തന്നെ എവിടുന്ന് നോക്കിക്കഴിഞ്ഞാലും ഇനി എത്ര വർഷം കഴിഞ്ഞാലും ഈ ഒരു സെറ്റപ്പ് അന്നും ഇതിനൊരു എത്രത്തോളം കാലപ്പഴക്കം ചെല്ലുന്നോ അത്രത്തോളം ഇതിൻ്റെ മാറ്റ് കൂടുകയുള്ളൂ. അതുപോലെ ഈ കർട്ടൻസ് ഉണ്ട്, ലിവിങ് റൂമിലെ കർട്ടൻസ് എന്ത് ഭംഗിയായിട്ടല്ലേ അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കരിമ്പനയാണ്. കരിമ്പനയുടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പലക വെച്ചിട്ട് കരിമ്പനയുടെ ഒരു ബോർഡ് സെറ്റ് ചെയ്തിട്ടാണ്, ഫ്രെയിം സെറ്റ് ചെയ്തിട്ടാണ് ഇവർ ഈ കർട്ടൻ ഇതിൻ്റെ ഉള്ളിൽ ഹാങ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വിൻഡോസിന് ചുറ്റും സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ബോക്സ് ടൈപ്പ് ആയിട്ടുള്ള ബോർഡർ നല്ല ഭംഗിയാണ് നമുക്ക് ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ. അതിൻ്റെ കോറിഡോറിലും അതുപോലെ ഡൈനിങ് ഹാളിലൊക്കെ വരുന്ന വിൻഡോസിന് ഇതേപോലെ ബോക്സ് ടൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ വാളിൽ കാണുന്ന ബോർഡർ പാർട്ടീഷനായിട്ട് 2 കളറാണ് കൊടുത്തിരിക്കുന്നത്, വൈറ്റും ഗ്രേയും. അപ്പോൾ അതിൻ്റെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ബോർഡറും നമ്മുടെ കരിമ്പന കൊണ്ട് തന്നെയാണ് പാനൽ ചെയ്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടി ആയിട്ട് തന്നെ അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ലിവിങ് റൂമിൽ വെച്ചിരിക്കുന്ന ഈ മിറർ ഉണ്ടോ, ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് ഒരു ഫീല് കിട്ടുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ക്ലാസിക്കൽ ലുക്കാണ്. ഇതിൻ്റെ 2 കാലുകളൊക്കെ കടഞ്ഞ് നല്ല മനോഹരമാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു അടിപൊളി ഫ്രെയിംസ്. ഈ ഫ്രെയിംസ് ലോങ്ങെന്ന് കാണുമ്പോൾ ഒരു ഡാർക്ക് സ്റ്റോണൊക്കെ കാണുമ്പോൾ നമുക്കൊരു പെയിൻറ്റിങ് മോഡാണ് കിട്ടുന്നത്. അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു ക്യാൻഡിൽ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ 3 കാലിൽ കരിമ്പനയിൽ തീർത്തിട്ടുള്ള ഒരു സ്റ്റാൻഡിൻ്റെ മുന്നിലാണ് ഇതുള്ളത്. നമ്മുടെ പഴയ ഒരു പെയിൻറ്റിങ് മോഡിലൊക്കെ ഹിസ്റ്റോറിക്കലായിട്ട് കാണുന്ന രീതിയിലാണ് ഈ സ്റ്റാൻഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സീലിംഗ് കണ്ടാൽ അറിയാം നമ്മുടെ പഴയ തറവാടുകളിലും ഇല്ലങ്ങളിലൊക്കെ ഉള്ള ഒരു മോഡലിലാണ് ഇതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പഴയ രീതി പറയുകയാണെങ്കിൽ തട്ടും തിലാനം എന്ന് പറയും. മറ്റുള്ള നാടുകളിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. പക്ഷെ വളരെ ഭംഗിയായിട്ട് തന്നെ ആ ഒരു പ്രൗഢി വിളിച്ചു വന്ന രീതിയിൽ തന്നെ അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ടുള്ള വലിയ വലിയ കട്ടിയുള്ള ചട്ടങ്ങളും പലകകളും അതിൻ്റെ വള്ളുകളൊക്കെ വെച്ചിട്ട് വളരെ ഭംഗിയായിട്ട് അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളിത് കണ്ടോ, ഒരു ചെറിയൊരു സ്റ്റാൻഡ്, എന്ത് രസമാണ് അത് കാണാൻ. ഇതിൻ്റെ അഴികളൊക്കെ കടഞ്ഞെടുത്ത് ക്രാസികളാക്കി സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. നല്ല ഭംഗി അത് കാണാൻ. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഹാള്. ഈ ഡൈനിങ് ഹാളിന് മാച്ച് ആവുന്ന രീതിയിൽ തന്നെ കരിമ്പനയിൽ നല്ല അടിപൊളി
ഡൈനിങ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ ചെയേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഷംസുഖാൻ്റെ കഴിവുകൾ മാക്സിമം ഈ ചെയറിലൊക്കെ അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. കാരണം കടഞ്ഞെടുത്ത ക്രാസികളും അതുപോലെ കടഞ്ഞെടുത്ത കാലുകളൊക്കെ വിലങ്ങനെ വെച്ചിട്ടാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഡൈനിങ് ടേബിളിൻ്റെ ചട്ടം നോക്കിയാൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല കട്ടിയിലും കനത്തിലുമാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ കടഞ്ഞെടുത്ത കാലുകൾ വളരെ ഭംഗിയായിട്ടുള്ള വലിയ 4 കാലുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിയിലൊരു ഫ്രെയിം വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡൈനിങ് ഹാളും കിച്ചണും തമ്മിൽ വേർതിരിക്കുന്ന രീതിയിലുള്ള ഒരു അടിപൊളി പാർട്ടീഷനാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കടഞ്ഞ കാലുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഫ്രെയിമിൽ കടഞ്ഞ ക്രാസുകൾ കൊണ്ട് നല്ല ഭംഗിയായിട്ട് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കരിമ്പനയുടെ പലകൾ ജോയിൻ ചെയ്ത് വീതിയിലാണ് ഈ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടെ സ്പോട്ട് ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഫാൻസി ലൈറ്റുകൾ. അത് നല്ലൊരു ഭംഗിയാണ്. നമുക്കൊരു ക്യാൻഡീൻ ഡിന്നറൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കാൻ, ഗസ്റ്റുകൾക്ക് ഇരിക്കാൻ വേണ്ടി ഒരു ബെഞ്ച് പോലെ തന്നെ ഒരു നമ്മുടെ ഒരു നാടൻ രീതിയിൽ പലക വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ നമുക്ക് ഡൈനിങ് ഹാളിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. ഡൈനിങ് ഹാളിൽ നിന്ന് കിച്ചണിലേക്ക് കാണാം, ഇവിടെ ഇരിക്കുന്ന ഗസ്റ്റുകൾക്കും ഈ കിച്ചണിലേക്ക് കാണാം. ആ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ എല്ലാ റൂമിലെയും കട്ടിലുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ കാണുന്നൊരു മോഡലിലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പഴയകാല രാജകീയ പ്രൗഢി അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു നിർമ്മാണ രീതി. അതുപോലെ തന്നെ ഈ കട്ടിലിൻ്റെ 4 കാലുകൾ 7 അടി, നമ്മൾ സാധാ കട്ടിലിൻ്റെ ഒരു കാലിൻ്റെ ഹൈറ്റല്ല, ഇതൊരു 7 അടി പൊക്കത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഭംഗി കൂട്ടുന്നതിന് വേണ്ടി ഇതിനൊരു ചുറ്റും ഒരു പിച്ചളയുടെ വളയങ്ങൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്രാസികൾ അഴികളായിട്ട് ചെയ്തിരിക്കുന്നത് നല്ല കടഞ്ഞെടുത്ത ക്രാസികൾ കൊണ്ടാണ്. പിന്നെ അതിൻ്റെ ചട്ടങ്ങളൊക്കെ നല്ല കട്ടിയിലും കനത്തിലുമാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കട്ടിലിൻ്റെ 2 സൈഡിലും കൊച്ചു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റൂമിന് ആകർഷണീയമായ രീതിയിൽ തന്നെയാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ചെറിയ ക്രാസുകൾ കൊണ്ട് ബോർഡർ ചെയ്തിട്ടുള്ള 2 കൊച്ചു ടേബിളുണ്ട്. കൂടാതെ ഈ കട്ടിലിൻ്റെ ടോപ്പ് ഭാഗം നമുക്ക് വേണമെങ്കിൽ മോസ്കിറ്റോ നെറ്റ് ഉപയോഗിക്കുന്നതിന് സൗകര്യമായിട്ട് തന്നെ അത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ കട്ടിലിനോട് ചേർന്നിട്ട് ഒരു ചെറിയൊരു പെറ്റ് കോട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നമ്മുടെ പെറ്റായിട്ടുള്ള അനിമൽസൊക്കെ ഉണ്ടാവില്ലേ, പൂച്ചയോ അതുപോലെ ഉള്ള നമ്മുടെ ചെറിയ പപ്പിക്കുട്ടിയൊക്കെ, അവർക്ക് കിടക്കാൻ വേണ്ടി സൗകര്യം ചെയ്യുന്ന രീതിയിൽ ഒരു പെറ്റ് കോട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൂമിൻ്റെ ഒരു കോർണറിൽ ഒരു നൈസായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു സോഫ സെറ്റിയും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടോട്ടലി പറയുകയാണെങ്കിൽ ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമിലും ഇതുപോലെയാണ് നമ്മുടെ ഷംസുഖ കരിമ്പനയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്.
ഇതാണ് ഈ വീട്ടിലെ ഓഫീസ് റൂം. ഇവിടെ വർക്കിംഗ് ടേബിളായിട്ട് വളരെ സിമ്പിളായിട്ട് കരിമ്പനയിൽ തീർത്തിട്ടുള്ള ഒരു ടേബിൾ, നല്ല രീതിയിൽ തന്നെ അത് ഡിസൈൻ ചെയ്യുന്നത്, വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു മിറർ ഫ്രെയിം കാണാൻ പറ്റും, അതും കരിമ്പനെ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു TV സ്റ്റാൻഡ് ഉണ്ട് ഇവിടെ. പിന്നെ വരുന്ന ഗസ്റ്റുകൾക്ക് ഇരിക്കാൻ വേണ്ടി ഒരു സിമ്പിളായിട്ടുള്ള ഒരു വീതി കൂടിയൊരു സോഫ സെറ്റി കൂടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷംസുക്ക പണി തീർത്ത ഇൻറ്റീരിയൽ വർക്കുകളും അതുപോലെ തന്നെ ഫർണിച്ചറുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ മലപ്പുറം ജില്ലയിലുള്ള നിലമ്പൂരിലുള്ള വർക്ക്ഷോപ്പിലേക്കാണ് പോകുന്നത്. പാലക്കാട് ജില്ലയിൽ നിന്നും കൊണ്ടുവരുന്ന കരിമ്പനകൾ എങ്ങനെ ഇതുപോലെയുള്ള ഭംഗിയുള്ള ഇൻറ്റീരിയൽ വർക്കുകളായിട്ടും ഫർണിച്ചറുകളായി മാറുന്നു എന്നുള്ള പിന്നാമ്പുറ കാഴ്ചകൾ, വർക്ക്ഷോപ്പിലെ പിന്നാമ്പുറ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിലുള്ള നിലമ്പൂരിലുള്ള ഷംസാഖൻ്റെ വീടിന് മുന്നിലാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത്. ഇത് ഷംസാഖൻ്റെ വീടാണ്. ഷംസാഖൻ്റെ വീട് തന്നെ കസ്റ്റമറിന് കാണാൻ വേണ്ടിയുള്ള, ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് കാണാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിറ്റ് ഔട്ടിലെ ചാരുപടി ഇരുമ്പിൻ്റെ ഫ്രെയിം ഇട്ടിട്ട് അതിൽ ബോക്സ് ടൈപ്പ് ആണ് ചെയ്ത്, കരിമ്പനയുടെ പലക ഉപയോഗിച്ച് ബോക്സ് ടൈപ്പിൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരുപാട് ചെറിയ വീടുകൾക്കും വലിയ വീടുകൾക്കും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പല സ്ഥലങ്ങളിലും അദ്ദേഹം വർഷങ്ങളായിട്ട് വർക്ക് ചെയ്ത് പോരുന്നുണ്ട്. അതും വർഷങ്ങൾ പഴക്കമുള്ള നല്ല കരിമ്പനയുടെ തടി ഉപയോഗിച്ചിട്ടാണ് അതിലേകം ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ, ഇത് പോളിഷ് ചെയ്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് നല്ല ഭംഗിയാണ് കാണുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കേരളത്തിൽ എവിടെയായാലും വന്ന് ഇതുപോലെയുള്ള വർക്കുകൾ അദ്ദേഹം ചെയ്തു കൊടുക്കാറുണ്ട്. ഈ വീടിനോട് ചേർന്നിട്ടാണ് അദ്ദേഹം ഇത് മേക്ക് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഗോഡൗണും വർക്ക്ഷോപ്പൊക്കെ ഉള്ളത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കുറേ ഡിസ്പ്ലേ ഹാൻഡിക് പ്രൊഡക്റ്റുകളൊക്കെ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, നല്ലൊരു അടിപൊളി ഒരലും ഒലക്കയും, കരിമ്പനയിൽ തീർത്തിട്ടുള്ള ഒരലും ഒലക്കയും. അപ്പോൾ ഇതിൻ്റെ ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലിവിങ് റൂമൊക്കെ അല്ലേ, ലിവിങ് റൂമിലൊക്കെ അടിപൊളിയായിട്ട് ഇതൊരു കോർണറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഒരു ട്രഡീഷണൽ നാടൻ രീതിയിലുള്ള ഒരല്, ഒലക്ക, ഇങ്ങനത്തെ ഉള്ള ഹാൻഡിക് പ്രൊഡക്റ്റുകളൊക്കെ വെക്കുന്ന കൂട്ടത്തിൽ നമുക്കിത് വെക്കാം. അതുമാത്രമല്ല ഹോട്ടൽ റിസോർട്ടുകളുടെയൊക്കെ റിസപ്ഷനിൽ ചെന്നാലും നമുക്ക് ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഷംസാഖൻ്റെ പ്രൊഡക്റ്റുകളാണ് ഇവിടെ കരിമ്പനയിൽ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഒറ്റ തൂണുകൾ, വീടുകൾക്ക് ആവശ്യമായിട്ടുള്ള തൂണുകൾ ഇവിടെ ഒറ്റ മരത്തിൽ തന്നെ കടഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ വളരെ എളുപ്പമാണ്. നമ്മൾ ഫില്ലറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള മെയിൻ്റെനൻസ് ജോലികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഇതിനാവശ്യമില്ല. ഇത് ജസ്റ്റ് മാറ്റ് പെയിൻറ്റിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് കാലാകാലത്തോളം അവിടെ ഇരുന്നോളും. ചെതലോ അങ്ങനെയുള്ള മറ്റുള്ള പ്രാണികളുടെ ശല്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ഇതൊരു മനോഹരമായിട്ടുള്ള ട്രേ ആണ്. ഇത് കടഞ്ഞെടുത്തിട്ട് ഇത് വേറെ ഏതൊരു മരം ഉപയോഗിച്ച് കടഞ്ഞതാണ് ഇതിൻ്റെ സ്റ്റാൻഡ്. പക്ഷേ ഈ ട്രേ കരിമ്പനയിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇത് നമ്മൾ ഫുഡ് കഴിക്കുന്നിടത്ത് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്ന് വെക്കാവുന്ന രീതിയിലുള്ള ഒരു ട്രേ. അടിപൊളിയാണ് ഇത് കാണാൻ. പിന്നെ അതുപോലെ ഒരു ഇതുണ്ടോ, ആഷ് ട്രേ ഉണ്ടോ, കാണാൻ പറ്റും. നല്ലൊരു അടിപൊളി സെറ്റി ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല ക്രാസിയൊക്കെ ഉള്ള ഒരു നല്ലൊരു അടിപൊളി സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്.
ഇതാണ് ഞാൻ പറഞ്ഞ ക്യാൻഡിൽ സ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ ചർച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്, ഫിക്സഡ് ആയിട്ട്, പെർമനൻ്റ് ആയിട്ട്. ഇത് നമുക്കിതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ വീടുകളിൽ നമ്മൾ ഹണിമൂൺ കോട്ടേജിലൊക്കെ പോകുമ്പോൾ, റിസോർട്ടിലൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ സ്റ്റാൻഡുകൾ കാണാൻ പറ്റും. നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു മാറ്റ് പെയിൻ്റൊക്കെ കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. ഇതിലേക്കൊരു ടോപ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടീപ്പോയി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഇവിടെ ഒരു കുടുക്ക വെച്ചിട്ടുണ്ട്. കുടുക്ക ജസ്റ്റ് ഒരു ഷോ ആണ്, എന്നാലും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. ചെറിയ പ്ലാന്റുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇത് കാണാൻ പറ്റുന്നത്. അപ്പോൾ പഴയ ചിത്രങ്ങളിലൊക്കെ ഉള്ള പോലത്തെയുള്ള നല്ല അടിപൊളി ഒരു കുടുക്കയാണിത്. ഭയങ്കര രസമാണ്. അതുപോലെ ഒരു മിറർ ഫ്രെയിം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ജസ്റ്റ് വാളിലൊക്കെ ഹാങ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടേബിളിലൊക്കെ വെച്ച് ഡ്രസ്സിംഗ് ടേബിൾ പോലെ യൂസ് ചെയ്യാവുന്ന ഒരു മിററും സ്റ്റാൻഡും ഇവിടെ കാണാം. പിന്നെ കണ്ടോ, നല്ലൊരു രാജകീയ പ്രൗഢിയോടുകൂടി നല്ലൊരു അടിപൊളി ചെയർ, സൂപ്പർ ചെയർ. ആഹാ, എന്താ സുഖം എന്നറിയോ. നടുവിനൊക്കെ നല്ല റിലാക്സേഷൻ ഉണ്ട്. നടുവേദനയുള്ള ആളുകൾക്കൊക്കെ ബെസ്റ്റാണ് ഈ ചെയർ. ഇതൊരു അടിപൊളി സ്റ്റെയറാണ്. സ്റ്റെയറിൻ്റെ ഒരു മോഡലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്, ഒരു ഡിസ്പ്ലേ. അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റെയർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും പലക മാത്രമായിട്ടാണെങ്കിൽ ഫ്രെയിമിൽ ഇറക്കി അങ്ങനെ ചെയ്ത് കൊടുക്കും. ബോക്സ് ടൈപ്പ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വർക്ക് നമ്മൾ ചെയ്യുന്നത് സ്റ്റെയർ കേസാണ്. നിങ്ങൾ സ്റ്റെയർ കേസാണ് എടുക്കുന്നത്. അത് നിങ്ങൾക്ക് നനച്ച് തോത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിലൊന്നും യാതൊരുവിധ കംപ്ലൈൻറ്റും വരില്ല. പിന്നെ അതിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന ഗം എന്ന് പറയുന്നത് സാധാരണ SHO മറ്റു ഗമ്മുകളൊന്നല്ല, വാട്ടർ പ്രൂഫ് ഗമ്മാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, നല്ല അടിപൊളി ചിരവ. ഇതാ ഒരുപാട് ചിരവ ഇവിടെ ഇരിപ്പുണ്ട്. വീട്ടമ്മമാരുടെ ഇഷ്ടപ്പെട്ട ഒരു ആയുധമാണിത്. നാളികേരം ചിരകിയെടുക്കാൻ വേണ്ടി അടിപൊളി. വേറെ ഒരു അറേഞ്ച്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് സ്ലാബിൽ വെച്ചിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ നിന്ന് ചിരകിയെടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് മത്സ്യം പിടിക്കാൻ പോയാലോ. മത്സ്യം പിടിക്കാൻ പോകാൻ പാകത്തിന് നല്ലൊരു അടിപൊളി തോണി ഇദ്ദേഹം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഷംസുക്ക. ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് ഉണ്ടോ, എന്ത് രസമെന്നല്ലേ കാണാൻ. ഒരു മാറ്റൊക്കെ ചെയ്ത് നല്ല അടിപൊളി ഫീലാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ ലിവിങ് റൂമിലൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ. വരുന്ന ഗസ്റ്റിനൊക്കെ ഒരു പ്രത്യേക ഒരു ഫീൽ അവർക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ആലപ്പുഴയൊക്കെ പോയി കഴിഞ്ഞാൽ ചില റിസോർട്ട്സിൻ്റെയൊക്കെ റിസപ്ഷനിലൊക്കെ ഇത് മോഡൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതും വളരെ റെയറായിട്ട് കേട്ടോ. കരിമ്പനയിലുള്ളത് വളരെ റെയറാണ്. മറ്റുള്ള മരങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ കരിമ്പന എപ്പോഴും ഒരു എടുപ്പാണ്, ഒരു രാജകീയ പ്രൗഢി പണ്ട് മുതലേ ഈ കരിമ്പനയ്ക്കുണ്ട്. മിസ് ചെയ്യരുത് നിങ്ങൾ. ഒരു ചാൻസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് നിങ്ങളുടെ വീടുകളിലൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ എല്ലാവരോടൊന്നും പറയുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് അഫോർഡബിളായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ കൊണ്ടുപോയി ഇതുപോലെയുള്ള കുറേ പ്രൊഡക്റ്റുകൾ ഇവിടെ ഉണ്ട് കരിമ്പനേനെ. കരിമ്പനയുടെ ഒരു ഫിനിഷിങ് കാണണമെങ്കിൽ നിങ്ങൾ ഈ കാലിലോട്ടൊന്ന് നോക്കിയാൽ, ഇതിപ്പോൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ഡൈനിങ് ടേബിളിൻ്റെ 4 കാലുകളാണ് കടഞ്ഞിരിക്കുന്നത്. ഒറ്റ മരത്തിൽ കടഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ഒരു ഫിനിഷിങ് കണ്ടോ. ഈ ചെതലിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല സ്ട്രോങ് ആയിട്ട് അതവിടെ കിടന്നോളും. ഇപ്പോൾ ഈ ഒരു ഫ്രെയിം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിൽ ഡാർക്ക് ഗ്ലാസ് അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും, നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉറപ്പും ഈടും ഇതിൻ്റെ ഫിനിഷിങ്ങും തന്നെയാണ് എല്ലാവരും കരിമ്പന ഇപ്പോൾ സെലക്ട് ചെയ്യാനുള്ളൊരു കാരണം. ഈ ഒരു ചെയർ കണ്ടോ, ഈ ഒരു ചെയർ ഒരു മാജിക് ചെയർ എന്ന് പറയാം. ഇതിലോട്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോകും. പണ്ട് നമ്മുടെ വീട്ടിലൊക്കെയുള്ള മുത്തശ്ശന്മാർ ചാരിയിരിക്കുന്ന ചാരുകസേര അറിയില്ലേ, തുണി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള, തുണിയുടെ ചാരുള്ള. അപ്പോൾ അതേ മോഡൽ അതിൻ്റെ സമമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെയറാണിത്. ഇതിപ്പോൾ നമുക്ക് കാണാൻ പറ്റും. റോഗിയെ കണ്ടോ, ഇങ്ങനെ സ്ട്രെച്ചായി ഇതിലിങ്ങനെ നീണ്ട് നിവർന്ന് അടിപൊളിയായിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും. ഇത് ആ തുണിക്ക് പകരം, ആ ക്ലോത്തിന് പകരം
കരിമ്പനയുടെ ചെറിയ അഴികൾ കൊണ്ട് ജോയിൻ ചെയ്തൊരു ചെയിൻ പോലെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്ക് പെയിൻ ഒന്നും വരത്തില്ല. നമ്മുടെ ബാക്ക് ബോൺ ശരിക്കും സ്പൈനൽ കോഡ് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. നല്ലൊരു പോസിറ്റീവ് ഫീലാണ് ഈ ചെയറിലിരിക്കുമ്പോൾ. ഷംസ്ഖാൻ്റെ വർക്ക് കേരളത്തിലുടനീളം പല സ്ഥലങ്ങളിൽ നിന്നും ഓർഡർ കിട്ടി ഇവിടെ വരും. പിന്നെ കേരളത്തിന് വെളിയിലുള്ള ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദൊക്കെ ഉള്ള കസ്റ്റമേഴ്സ് ഇവിടെ വന്നിട്ട് സാധനങ്ങൾ എടുത്ത് പോകുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടത് ഇതുപോലത്തെയുള്ള കുറേ ട്രഡീഷണൽ ഫർണിച്ചറുകളാണ്. അതിനുവേണ്ടിയാണ് അവരെല്ലാം ഇവിടെ വരുന്നത്. കൂടുതലും അവർ കരിമ്പനയുടെ ശരിക്കും ഫാൻസ് എന്ന് തന്നെ പറയാൻ പറ്റും. ഇത് കണ്ടോ, കോൽക്കളിക്ക് ഉപയോഗിക്കുന്ന കോലുകളാണത്. ഇത് കുട്ടികൾ പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ ഇവിടുന്ന് വന്നിട്ട് സെറ്റായിട്ട് ഉണ്ടാക്കി കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 2 സാമ്പിളാണ് ഇവിടെ വെച്ചിരുന്നത്. അതുപോലെ തന്നെ ഇത് കണ്ടോ, പഴയ നമ്മുടെ മൺപാത്രങ്ങളുടെ മോഡൽ ചെയ്തു വെച്ചിട്ടുള്ള ഒരു കുടുക്ക പോലത്തെ ഒരു സംഭവം. ഇത് ചെറിയൊരു ഹാൻഡിക് പ്രോഡക്റ്റാണ്. നമ്മളെ വിശ്വാസങ്ങളൊക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാണെന്ന് തോന്നുന്നു. ഇതും നല്ലൊരു ഷോയാണ്. അതുപോലെ 2 പ്രാവുകളൊക്കെ ഉണ്ടോ. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ കൊത്തി എടുത്തിട്ടുള്ള പീസുകൾ ഇവിടെ ഉണ്ട്. അതുപോലെ വാള് കണ്ടോ, കരിമ്പനയിൽ തീർത്ത് വെച്ചിട്ടുള്ള നല്ലൊരു വാളിൻ്റെ മോഡലാണ്. 2 വാള് നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇതിൻ്റെ പുറകിൽ നമ്മളെ കളറിപ്പയറ്റിൻ്റെ ഒരു പ്ലേറ്റ് വരുന്നുണ്ടല്ലോ, അങ്ങനെ ഡിസൈൻ ചെയ്ത വേറൊരു ഡിസ്പ്ലേ ഉണ്ട്, കാണിച്ചു തരാം. ഇത് നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ലെങ്ത് ഒക്കെ കണ്ടോ. ഇതൊക്കെ നമുക്ക് ഒരു ഹാൻഡിക് പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ലിവിങ് റൂമിലൊക്കെ വെക്കാവുന്ന ഒരു സംഭവമാണ്. നല്ലൊരു ഷോ ഓഫ് ആണ് ഇതിന്. ഇത് കണ്ടോ, ഒരു ഗ്രിൽഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വാളിൽ തൂക്കുന്ന ഒരു സംഭവമാണ്. കാണാം നിങ്ങൾക്ക്, കണ്ടോ, ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു ഡയമണ്ട് ഷേപ്പിൽ ഇടാൻ പറ്റും. അതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്താലും ഇത് വെക്കാൻ പറ്റും. നല്ല രസമാണ്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. ഇത് വളരെ മനോഹരമായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു ക്ലോക്കാണത്. അടിപൊളി ക്ലോക്ക് കണ്ടോ, വുഡൻ ക്ലോക്ക്. ഇതിൽ ലെറ്റേഴ്സൊക്കെ കുറവാണ്, ആകെ നല്ല ലെറ്റേഴ്സായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്ക്വയർ ടൈപ്പ് ഉണ്ട്, ഇത് നോക്കിയാൽ കാണാൻ പറ്റും. റൗണ്ട് ഷേപ്പിൽ, ഡയമണ്ട് ഷേപ്പിൽ, ഒരു ഗ്രിൽഡ് ഇട്ടുള്ള ഷേപ്പുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. T ഷേപ്പിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മുടെ വീടിനും ചേരുന്ന രീതിയിലുള്ള ഒരു ഷേപ്പ് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് നിർമ്മിക്കുകയാണെങ്കിലും ആ മോഡൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്തു തരും. ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരു അടിപൊളി ആർട്ട് ഊഞ്ഞാലിലാണ്. ഈ ഊഞ്ഞാൽ നമ്മുടെ ചില വീടുകളുടെ ബാൽക്കണിയിലും അതുപോലെ 4 കെട്ടിൻ്റെ ഓരത്തൊക്കെ നമുക്കിത് കാണാൻ പറ്റും. പക്ഷെ അതൊക്കെ സാധാരണ നോർമൽ മരത്തിൽ ചെയ്തിട്ടുള്ളതായിരിക്കും. ഇത് കരിമ്പനയിൽ, പൂർണ്ണമായും കരിമ്പനയിൽ മാത്രം ചെയ്തിട്ടുള്ള ആർട്ട് ഊഞ്ഞാലാണ്. ഇപ്പോൾ ഈ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഈ 3 പോർഷനും വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്ത് പ്ലെയിൻ ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ നരസിംഹം സിനിമയൊക്കെ കാണുമ്പോൾ അതിൽ ലാലേട്ടനും മമ്മൂക്കയൊക്കെ ഇരിക്കുന്ന ഇതുപോലത്തെ മാസ് സീനിൽ ഇതുപോലത്തെ ആട്ടുകെട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട് ദേവാസുരത്തിലൊക്കെ. അപ്പോൾ ഇതൊരു പ്രൗഢിയാണ്, വലിയൊരു തറവാടിൻ്റെയൊക്കെ ഒരു പ്രൗഢിയായിട്ടൊക്കെ നമുക്കിത് കണ്ടുവന്നിരുന്നു. ഇപ്പോൾ എല്ലാ വീടുകളിലും ഇത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും അദ്ദേഹം വന്നിട്ട് നമ്മുടെ ഷംസുക്ക വന്ന് ഇതുപോലെയുള്ള പ്രിപ്പറേഷനോട് കൂടി കൊണ്ടുവന്ന് അവിടെ കംപ്ലീറ്റ് ആയിട്ട് വന്ന് സെറ്റ് ചെയ്ത് തരുന്നതാണ്.
സ്റ്റെയർ കേസ്, ഹാൻഡ് റെയിൽ, ടോപ്പ്, അതേപോലെ സീലിംഗ്, പാനലിങ്, വാൾ പാനലിങ്, ഫർണിച്ചർ ഐറ്റംസ്, വാതിൽ കട്ടിൽ, ജനൽ കട്ടിൽ, എന്ത് ഐറ്റംസ് നിങ്ങൾ വീടിൻ്റെ ഉള്ളിലേക്കും പുറത്തേക്കും വേണ്ട ആയിട്ടുള്ളത് കംപ്ലീറ്റ് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഊഞ്ഞാൽ ഐറ്റംസ് എല്ലാം A to Z നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലുകൾ. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങൾ മോഡൽ തന്നുകൊണ്ട് അത് ഉണ്ടാക്കുന്നതായിരിക്കും. വ്യത്യസ്തമായ ഇതായിരിക്കും. ഓരോ ഓരോരുത്തർ അവരവൻ്റെ വീട് ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് വ്യത്യസ്തമായ കൺസെപ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ഫർണിച്ചർ ഷോപ്പുകളെ പോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് സ്റ്റോക്ക് ചെയ്യുന്നില്ല. ഒരു ഡിസ്പ്ലേ കൂടുതലായിട്ട് ഇവിടെ ഉണ്ടായിരിക്കില്ല. പക്ഷേ എന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരുവിധം ഡിസ്പ്ലേകളൊക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഓർഡറുകൾ എന്ന് പറയുന്നത് നിങ്ങൾ ഓർഡർ എന്താണോ ഉദ്ദേശിക്കുന്നത്, ഏതാണോ മെഷർമെൻറ്റ് കാര്യങ്ങളെല്ലാം തന്ന് അത് പ്രകാരം മാത്രമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അതിന് കുറച്ച് സമയങ്ങളെടുക്കും. പെട്ടെന്ന് അർജൻറ്റ് വന്നിട്ട് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി തരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കരിമ്പന വേണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മുൻകൂട്ടി നിങ്ങൾ എന്ത് ചെയ്യണം, തീരുമാനമെടുത്ത് നമ്മൾക്ക് വിവരങ്ങൾ തന്ന് നിങ്ങൾക്ക് അഡ്വാൻസ് തന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളെ വർക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. ഈ കാണുന്നതാണ് ഷംസാഖാൻ്റെ നിലമ്പൂരുള്ള വർക്ക്ഷോപ്പ്. ഇവിടെ വെച്ചിട്ടാണ് കംപ്ലീറ്റ് കരിമ്പനയുടെ വർക്കുകളും ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാണുന്ന മരങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇവിടെയൊക്കെ മരങ്ങൾ ഒരുപാട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള കരിമ്പനകളാണ്. ഇത് പാലക്കാട് പോയിട്ട് നല്ല സീസൺ നോക്കിയിട്ട് പോയിട്ട് കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന കരിമ്പനകളാണ്. അതിവിടെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്ത ശേഷം ആവശ്യത്തിനനുസരിച്ച് ഓർഡറിനനുസരിച്ച് ഈർന്നിട്ടാണ് ഇതിൻ്റെ പണികളെല്ലാം ചെയ്യുന്നത്. സാധാ കേസിൽ സ്റ്റെയർ കേസ്, ഫ്ലോറിങ് അതേപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെയർ കേസ് ടോപ്പ് തന്നെ. മറ്റു മരം ഏത് ഉപയോഗിച്ച് കഴിഞ്ഞാലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ തേയ്മാനം വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ മരം തേയ്മാനം വരില്ല. അതേപോലെ തന്നെ ഉറക്കുത്തം കുത്ത്, ചെതൽ കയറിയിടും, പക്ഷെ തിന്നു പോവില്ല. അത്രയും ടമ്പർ വുഡാണ് ഇത് ഉള്ളത്. അത്യാവശ്യം നല്ല കട്ടിയും കനമുള്ള മരങ്ങൾ തന്നെയാണത്. കാരണം ചെറിയൊരു പലകയാണെങ്കിൽ കൂടി അതിൻ്റെ വെയിറ്റ് ഭയങ്കരമാണ്. ഇപ്പോൾ കണ്ടോ ഈ ഒരു കഷ്ണത്തിൻ്റെ വെയിറ്റ്, ഇതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പം നമ്മൾ കണ്ടത് ഷംസു നിലമ്പൂർ, ഇദ്ദേഹത്തിൻ്റെ കരിമ്പനയിൽ തീർത്ത കലാവിരുതുകളാണ് നമ്മളിപ്പോൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. കരിമ്പനയെ ഇത്രത്തോളം സ്നേഹിച്ചൊരു മനുഷ്യനെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അത്രയ്ക്കും കരിമ്പനയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഷംസുക്ക. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ മാക്സിമം, കാരണം കരിമ്പനയിൽ ജോലി ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അദ്ദേഹം എല്ലാ ബുദ്ധിമുട്ടുകളും മറന്ന് അത് വളരെ ഇഷ്ടത്തോടു കൂടിയാണ് കരിമ്പനയിൽ ചെയ്യുന്ന ഓരോ വർക്കുകളും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. ഫർണിച്ചറുകളായാലും ഇൻറ്റീരിയൽ വർക്കുകളായാലും അതുപോലെ ഹാൻഡിക് പ്രൊഡക്റ്റുകളായാലും എല്ലാം മനോഹരമായിട്ട് അദ്ദേഹം തീർത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. കേരളത്തിനകത്തും കേരളത്തിന് വെളിയിലും എവിടെയായാലും ഇദ്ദേഹം വന്ന് വർക്കുകളെല്ലാം മനോഹരമായിട്ട് തന്നെ ചെയ്തു തരും. നിങ്ങൾക്ക് വേണ്ട ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ താഴെ തന്നെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിക്കാം, കോൺടാക്ട് ചെയ്യാം, ഇദ്ദേഹത്തോട് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു പ്രോഗ്രാം കാണുന്നവരെ ബൈ ബൈ.